നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മതിയാക്ക്, സത്യാമ്മ വന്നിട്ട് പോയി. എന്തായാലും വിവരം അറിയിച്ചതിന് നന്ദി. പങ്കജ ഇങ്ങോട്ട് പതുങ്ങി കയറി വരുന്നത് കണ്ട ഞാനിത് ശ്രദ്ധിക്കുന്നെ. അവളെന്തോ കണ്ടുപിടിക്കാനുള്ള വരവായിരുന്നു. നോക്കുമ്പോ നിങ്ങൾ തമ്മിൽ പൊരിഞ്ഞാടി. പങ്കജം അപ്പൊ തന്നെ വിവരം സത്യാമ്മ അറിയിക്കുന്നും ഉടൻ തന്നെ ചെക്കിംഗ് ഉണ്ടാവുന്ന ഉറപ്പല്ലേ. അതാ ഞാൻ കൈയോടെ വിവരം അറിയിച്ചത്. രോഹിത്തെ, ഒന്ന് പുറത്തു വന്നേ. ശരിയാക്കി തരാടി. നീ പുറവട്ടി. എന്താ നിങ്ങൾക്കിടെ ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? സത്യമ്മയുടെ മുന്നിൽ വെച്ച് ശ്യാമേനോട് സ്നേഹമായിട്ട് പെരുമാറിയത് അഭിനയമാണെന്ന് ശാലിനിക്ക് മനസ്സിലായി കാണുമല്ലോ. അത് അയാൾക്ക് സുസ്മിതയോടുള്ള പക തീർക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അയാൾ ഇനി ഈ വീടിന് പുറത്തു പോകാൻ വഴിയൊരുക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെ സുസ്മിത ജയിക്കാൻ പാടില്ല അത്രേ. അത്രയും ബോധം ഉണ്ടായല്ലോ, സന്തോഷം. അല്ല, അതിന് രോഹിത്തുമായിട്ട് എന്തിനാ വഴക്കിടുന്നത്? അത് ഞാൻ റൂമിന് പുറത്ത് കിടക്കാൻ പോവെന്ന് പറഞ്ഞു. അപ്പൊ സത്യമേ അറിയില്ലേ ഞങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന്. അതെന്തിനാ രോഹിത്ത് റൂമിന് വെളിയിൽ കിടക്കാൻ പോയത്? എനിക്കിഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ താമസിക്കും. ദീപക് അവൻ വരുന്നതുവരെ മാത്രം. അക്കാര്യം ഇപ്പൊ പറയണ്ട. വെറുതെ എന്തിനാ ഇനിയൊരു പ്രശ്നം കൂടി. രോഹിത്തെ, എന്താ ആലോചിക്കുന്നേ? എന്തിനാ റൂമിന് പുറത്ത് കിടക്കാൻ പോയെന്ന്? അല്ല, അതൊന്നും ഇല്ല ശാലിനി. അക്കാര്യം ഇപ്പൊ പറയണ്ട. വിഷ്ണു ശാലിനിയൊക്കെ കൂടി ശ്യാമയെ കുറ്റപ്പെടുത്തും. വെറുതെ അയാളെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? രോഹിത്തെ, ശ്യാമയെ പറ്റിയുള്ള എന്തോ ഒരു രഹസ്യം രോഹിത്ത് ഞങ്ങളിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഹേയ്, അതൊന്നും ഇല്ല ശാലിനി. കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങളില്ലേ, അത്രേ ഉള്ളൂ. രോഹിത്, നിക്ക്. ഒരു പക്ഷേ ഞങ്ങളെക്കാളൊക്കെ ശ്യാമയെ സ്നേഹിക്കുന്നത് രോഹിത്തായിരിക്കും. ആ സ്നേഹം അവള് മാത്രം തിരിച്ചറിയുന്നില്ലല്ലോ എന്നാ. വേറൊന്നുമില്ലെങ്കിൽ ഗുഡ് നൈറ്റ് രോഹിത്തെ. ശാലിനി, ഒരു മിനിറ്റ്. ശ്യാമ ഏത് സിലബസാ പഠിച്ചത്? ഞങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസാ പഠിച്ചത്. എന്താ രോഹിത്തെ? അല്ല, CBSEയോ ICSE ആണോ എന്ന് ഒരു സംശയം. നല്ല ഭാഷാ പ്രാവീണ്യം. ഞങ്ങള് കുടുംബമായിട്ടേ എങ്ങനെയാ? അപ്പൊ വിഷ്ണുവിന്റെ രാജീവ് സാറിന്റെ കാര്യം കട്ട പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതുകൊണ്ട് ഇനി അവനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. അടികൊണ്ട് അവന് പേടിയില്ലാതായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആദ്യം എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. ഇല്ലെങ്കിൽ ഉപകാരം ചോദിച്ചു വാങ്ങാൻ. ആ ഉപകാരം ആതിരയുടെ ഒരു സമ്മതം. അജയനുമായിട്ടുള്ള വിവാഹത്തിനുള്ള സമ്മതം. ആ സമ്മതം എല്ലാവരെയും അറിയിക്കുന്നതോടെ സന്ദീപിന്റെ കയ്യിലും കാലിലും മുറുകിയിരിക്കുന്ന കെട്ടുകൾ അഴിയും. അവൻ തിരിച്ചു വരികയും ചെയ്യും. അതല്ല, മറക്കാനാവാത്ത പ്രണയബന്ധത്തിൽ കുടുങ്ങിയതുകൊണ്ട് ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞവനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അവനെ നീ പിന്നെ കാണുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും.
സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവനെ കൊല്ലണോ ആതിരെ? നീ സമ്മതം മൂളുന്നത് വരെ അവൻ അവിടെ കിടന്ന് തല്ല് വാങ്ങിക്കും. അപ്പോ അത് എത്രയും പെട്ടെന്നായാ അത്രയും തല്ലവന് കുറഞ്ഞിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഇത്രയും സംസാരിക്കേണ്ട കാര്യവും ഇല്ല. ദാ, ഇതെടുത്ത് നിന്റെ തലയിൽ ഒരു കൊട്ടും തന്ന് നിന്നെ ഈ ഫാനിൽ കെട്ടിത്തൂക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള ധൈര്യവും മനസ്സും ഇല്ലാഞ്ഞിട്ടും അല്ല. ആ, സന്ദീപും അനഘയും തിരിച്ചു വന്ന് ജീവിക്കുന്നത് നീയൊക്കെ കാണണം. അതാണ് എന്റെ അനിയത്തിയുടെ അതേ ഇഷ്ടത്തെ പിന്തുടർന്ന നിനക്കുള്ള ശിക്ഷ. നീ ആ അജയനെയും കെട്ടി അവന്റെ പിള്ളേരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കു പെണ്ണെ. കുടിലിൽ കിടന്ന് കൊട്ടാര സ്വപ്നം കണ്ട് സന്ദീപിനെ കൊല്ലരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്കും. ബുദ്ധിയോട് ആലോചിച്ച നിന്റെ അജയന്റെ വിവാഹത്തിന് ഞങ്ങൾ നെല്ലിശ്ശേരിക്കാർ ഇങ്ങോട്ട് വരും. ബുദ്ധിമോശം കാണിച്ചാ നിങ്ങൾ വൃന്ദാവനംകാര് സന്ദീപിന്റെ മരണത്തിന് അങ്ങോട്ട് വരേണ്ടി വരും. അവനെ പലപ്പോഴും ചേർത്ത് പിടിച്ച നിന്റെ കയ്യിലാ ഇപ്പൊ അവന്റെ ജീവൻ. പാവം, അവന് കൊലയ്ക്ക് കൊടുക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ എന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയതും ഭാര്യ ചമഞ്ഞ് നടന്നതും പോലെയൊന്നും അല്ല അവളിപ്പൊ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരുഷന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നവള് അയാളുടെ ഭാര്യയായിരിക്കണം. അയാള് അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണായിരിക്കണം. സഞ്ജു താലി കെട്ടിയ പെണ്ണ് ഞാനാ, അല്ലാതെ ലക്ഷ്മിയല്ല. അവൾ ഈ പൂജ ചെയ്യാൻ പാടില്ല. അത് ദോഷമായി തീരുന്നു മനസ്സിലാക്കി അവളെ തടയാൻ ഇവിടെ ആരുമില്ലേ? സഞ്ജുവിന് കോമഡിയായി തോന്നും. എനിക്കങ്ങനെയല്ല. എന്റെ മനസ്സാ പൊള്ളി പോയത്. ഞാൻ അണിഞ്ഞ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്? സഞ്ജു ഒന്ന് പറഞ്ഞതാ. ഏതോ ഒരാള് കെട്ടിയ താലി സഞ്ജുവിന്റേതാണെന്ന് അവള് പറഞ്ഞു നടന്നിട്ടും അത് ക്ഷമിച്ചവളാ ഞാൻ. ഇനി എനിക്കതിന് വയ്യ സഞ്ജു. വീണ്ടും വീണ്ടും ഒരു കോമാളിയാവാൻ എനിക്ക് കഴിയില്ല. സഞ്ജുവിന് ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും അറിയില്ല. പൂജ അവിടം കൊണ്ട് തീർന്നു എന്ന് സഞ്ജു കരുതേ വേണ്ട. ഇനിയാ സഞ്ജു ഞെട്ടാൻ പോകുന്നേ. ശരിക്കുള്ള പൂജയ്ക്ക് പങ്കാളിയാവേണ്ടത് ഭർത്താവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് മുന്നിൽ ഭർത്താവായി സഞ്ജു നിൽക്കണം. സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്. അവളുടെ സീമന്തത്തിൽ സഞ്ജുവിന് കുങ്കുമം വയ്ക്കേണ്ടി വരും. അപ്പൊ സഞ്ജുവിന് മനസ്സിലാവും എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചത് എന്താണെന്ന്, ഞാൻ എങ്ങനെ അപമാനിതയായെന്ന്.
സ്വാതി, സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ സഞ്ജുട്ടാ, ആദ്യന്റെ സീമന്തരേഖയിൽ ഈ കുങ്കുമം ഒന്ന് തൊട്ടു തരണം. സഞ്ജുട്ടാ, സഞ്ജുട്ടാ കുങ്കുമം വെച്ചതാ. ഇന്നലെ വരെ എന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയതും ഭാര്യ ചമഞ്ഞ് നടന്നതും പോലെയൊന്നും അല്ല അവൾ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരുഷന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നവള് അയാളുടെ ഭാര്യയായിരിക്കണം. അയാള് അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണായിരിക്കണം. സഞ്ജു താലി കെട്ടിയ പെണ്ണ് ഞാനാ, അല്ലാതെ ലക്ഷ്മി അല്ല. സഞ്ജുട്ടാ, ആർക്കും വേണ്ടി നീ കോപ്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത? എനിക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്റെ ആരടി? എന്ത് ബന്ധമാണ് നീ ഞാനും തമ്മിലുള്ളത്? സഞ്ജുട്ടാ, സഞ്ജുട്ടാ, ഞാൻ സഞ്ജുട്ടിന് ആരാന്ന് സഞ്ജുട്ടിന് അറിയില്ലേ? നീ എനിക്ക് ആരുമല്ല. എന്റെ സ്വസ്ഥത കിടത്ത കേറി വന്നൊരു പെണ്ണ നീ. നീ എന്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവോ അല്ല. എന്താ ഇവിടെ? നീ ഇവിടെ വന്ന ശേഷം എന്റെ ജീവിതം തന്നെ താളം തെറ്റി. സഞ്ജു, നിന്റെ പേക്കൂത്തുകൾ കണ്ടു നിൽക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഇനി നിന്റെ ഒരാവശ്യം എനിക്കില്ല. സഞ്ജു മോനെ, അയ്യോ എന്റെ ദേവി, ലക്ഷ്മി പൂജയുടെ പ്രസാദം നീ തട്ടിയെറിഞ്ഞോ? എന്താ മോനെ, എന്ത് പറ്റി? കണ്ടില്ലേ അച്ഛാ? സഞ്ജു, നീ കാണിച്ചത് ഈശ്വരൻ നിന്നയാ. എനിക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ അവൾക്ക് എന്ത് അവകാശമുള്ളത്? ആ പൂജ ചെയ്യേണ്ടതേ സ്വാതിയാ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നുമില്ലമ്മേ, അവള് പ്രായത്തിൻ്റെതായ പക്വതയില്ലാത്ത പെണ്ണല്ലേ. അവള് അല്ല, അമ്മയ്ക്കത് തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് കിന്നരിക്കാൻ വരും, ഇല്ലെങ്കിൽ വഴക്കിടാൻ വരും. അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ലമ്മേ. ശരി. ഇവളെന്തായി വായിക്കുന്നേ? ഇത് പ്രേതങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണല്ലോ. ഇവളെന്തിനാ ഈ രാത്രി നേരത്തെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നേ? ജാസ്മിൻ, ഇത് സുശീലാന്റി ആയിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. എങ്ങനെ പേടിക്കാതിരിക്കും? ഇതുപോലെ പ്രേതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വായിച്ചുകൊണ്ടിരുന്ന പേടി തോന്നില്ലേ? ശരിയാ, ഞാൻ ഈ ബുക്കേ സ്വയം മറന്നങ്ങ് വായിക്കായിരുന്നു. അയ്യോ, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ വായിക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അങ്ങനെ പാർവതി മാത്രം ആത്മാക്കളോട് സംസാരിച്ച പോരല്ലോ, എനിക്കും ആത്മാവിനോട് സംസാരിക്കണം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശം? പാർവതി ഇടയ്ക്കിടയ്ക്ക് ഗായത്രി അമ്മയെ കാണാറുണ്ടെന്നും അവരോട് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ പറയാറില്ലേ? പറയാറുണ്ട്. വിശാലിന് അവളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? അവൾക്ക് വിശാലിന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നത് കൊണ്ടും അവരോട് അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടുമാണ് വിശാലിന് പാർവതിയോട് ഒരു പ്രത്യേക സ്നേഹമുള്ളത്. എനിക്ക് അതുപോലെ ഗായത്രിയമ്മയെ കാണാനും സംസാരിക്കാനും കഴിയുമെങ്കിലേ വിശാലിന് പാർവതിയോടുള്ളതുപോലെ ഒരു പ്രത്യേക സ്നേഹം എന്നോടും തോന്നും. ഓഹോ, അപ്പൊ വിശാലിന്റെ മനസ്സിൽ കയറി കൂടാൻ വേണ്ടിയാ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്? അതും കൊള്ളാം. എന്താണ്ടി, ഇത് നല്ല ഐഡിയ അല്ലേ? ഐഡിയൊക്കെ കൊള്ളാം. ഇപ്പൊ തന്നെ നീ പേടിച്ച് വിറച്ചായിരിക്കുന്നത്. ഇനിയും ഇത് വായിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ പേടിച്ച് വിറച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ ഉറക്കം കൂടി കളയരുത്. എന്റെ സുശീലാന്റി, വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ജാസ്മിൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അത് നിങ്ങൾക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധാരണ നമ്മൾ അനുവദിച്ചിട്ടുള്ള അവധികൾക്ക് പകരം മാസത്തിൽ 3 ദിവസം അവധി കൂടി ഞാൻ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാസാമാസം ഉണ്ടാവുന്ന ശാരീരിക വിഷമതകൾ മനസ്സിലാക്കിയിട്ടാ ആ അവധി ദിവസങ്ങൾ ഞാൻ നൽകിയത്. ആ ദിവസങ്ങളിൽ അവർക്ക് ആ അവധിയെടുക്കാം. ഈ അവധി ദിവസങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയുള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമാണോ അനുവദിച്ചത്? അല്ല, സ്ത്രീകളുടെ ജോലി സമയത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ രാവിലെ 10 മണിക്ക് ജോലിക്ക് ഹാജരായാൽ മതിയാവും. പുലർച്ചെ എഴുന്നേറ്റ് ഭർത്താവിനും മക്കൾക്കും ആഹാരം പാകം ചെയ്തു കൊടുത്ത്
അവരെ ജോലി സ്ഥലത്തേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റും പറഞ്ഞു വിട്ടിട്ടാ മിക്ക സ്ത്രീകളും നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നത്. രാവിലെ 10 മണിക്ക് മുമ്പേ ജോലിക്ക് എത്താൻ പറഞ്ഞ ആ സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വൈകുന്നേരം നേരത്തെ അവർക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള സൗകര്യവും ഞാൻ അനുവദിച്ചിട്ടുണ്ട്. കുട്ടികള് പഠിത്തം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അമ്മമാര് അവർക്ക് വേണ്ട ആഹാരം വെച്ച് വിളമ്പി കാത്തിരിക്കണ്ടേ. ഇത്തരം സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ സ്ത്രീകൾ ഉള്ള സമയം കൃത്യമായും ഉത്സാഹത്തോടെയും നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും. നന്നായി. നല്ല തീരുമാനമാണ് പാർവതി നടപ്പിലാക്കിയത്. പാർവതിയുടെ തീരുമാനത്തെ വളരെ ആഹ്ലാദത്തോടെ നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അവരിൽ പലരും എന്നെ വിളിച്ച് അവരുടെ സന്തോഷം നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സാർ എന്നെ ചോദ്യം ചെയ്തപ്പോ സാറിനോട് ചോദിക്കാതെ ഞാൻ നടപ്പിലാക്കിയ ഉത്തരവ് അബദ്ധമായി പോയോന്ന് എനിക്ക് തോന്നി. അതൊക്കെ എന്റെ അഭിനയമായിരുന്നില്ലേ? അഭിനയം ഗംഭീരായിരിക്കുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങൾ തന്റെ ചുമതലയിൽപ്പെട്ടതാ. അതിന് താൻ എന്റെ അനുവാദം ചോദിക്കണമെന്നില്ല. ഏതായാലും സ്ത്രീ തൊഴിലാളികൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ ഞാനും ഹാപ്പിയാ. നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ അവർക്ക് വേണ്ട ഇത്തരം ആവശ്യങ്ങൾ പുറത്തു പറയാതെ അവരുടെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവര് പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ കമ്പനിയിൽ പാർവതി നടത്തിയ ഈ മാറ്റം മറ്റ് കമ്പനികളിലും ഇനി ചർച്ചയാവും. പാർവതിയുടെ ഈ പരിഷ്കാരത്തെ അവര് മാതൃകയാക്കി എടുക്കും. അത് ഉടനെ തന്നെ നമുക്ക് കാണാം. എന്താ എന്താ ഞാൻ കണ്ടത്? ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ ആർക്കോ ആപത്ത് വരാൻ പോവുകയാണല്ലോ. അതാർക്കാ അപകടം സംഭവിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് പറയുന്നത് മാത്രം വിശ്വസിക്കരുത് വർമ്മ സാറേ. ഈ പറഞ്ഞതിനെല്ലാം ഒരു എവിഡൻസ് അത് മോളോട് ചോദിക്കേ. അത് എനിക്കെല്ലാം ബോധ്യമുള്ളതാണ്. കേട്ടിടത്തോളം തൃപ്തിയായി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ കുടുംബത്തെ നാണം കെടുത്തിയപ്പോ നിന്റെ ഭാര്യയ്ക്ക് തൃപ്തിയായല്ലോ. വസു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ആനന്ദേട്ടാ വേണ്ട. ഈ ഫംഗ്ഷനും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. എല്ലാം മതി. ഇളയ മരുമകള് ഈ കുടുംബത്തിന് ഒരു പേര് കൂടി ചാർത്തി തന്നല്ലോ. നന്നായി. ഈ ഫംഗ്ഷൻ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി. ഇല്ല ശമ, ഉള്ളില് വെറുപ്പിരിക്കുന്നിടത്തോളം കാലം ഇവര് നിന്നെ അംഗീകരിക്കില്ല. ഒരിക്കലും അംഗീകരിക്കില്ല. മോളെ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നീ പറഞ്ഞതാണ് ശരി. അതെ ശ്യാമൻ, നീ വിഷമിക്കാതെ. നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ടാ. മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുന്നവർക്ക്
ഒന്നും ബോധ്യാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ഇവളെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ചമവ, നമുക്ക് പോവാം. ഇല്ല ചാ, ഇത്രയായിട്ടും എന്റെ ശ്യാമയെ അംഗീകരിക്കാത്തവരില്ലേ? ഇവള് ഗായികയാണെന്ന് പരസ്യമായി അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അതിനി അധികം നാളുണ്ടാവില്ല. ഞാനാ പറയുന്നത്, നോക്കിക്കോ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് ശ്യാമ ഇവിടെ പെർഫോം ചെയ്തേ. അമ്മയും എല്ലാരും കയ്യിലെടുക്കാൻ നോക്കിയതാ, ഒടുവിലെ ചീറ്റിപ്പോയി. ആ വിസ്മയ്ക്ക് പകരം പാടിയതെല്ലാം അവളാത്രേ. വിസ്മയ വെറും ഡമ്മീന്ന്. അല്ല, ശ്യാമയുടെ ഒരു മിടുക്ക് നോക്കണേ. ആഖിയെയും എന്തിന് നമ്മുടെ അച്ഛനെ പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ? ശ്യാമ കുറച്ചൊക്കെ പാടും. അരുന്ധതി പറഞ്ഞതുപോലെ നാട്ടിലൊക്കെ എത്രയ്ക്ക് പാട്ടുകാരുണ്ട്. എന്ന് വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെരും കള്ളം പറയാമോ? നിനക്ക് അസൂയ. ശ്യാമയുടെ തീർത്താ തീരാത്ത പകയാ. അതാ അരുന്ധതിയുടെ ആ പച്ചക്കള്ളം നീ വിശ്വസിച്ച പോലെ പറയുന്നത്. അസൂയോ? എനിക്കോ? അതും ആ ശ്യാമയോടോ? അവൾ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? സൗന്ദര്യത്തിന്റെ കാര്യത്തിലേ എന്റെ അയലത്ത് വരൂ അവള്. സൗന്ദര്യം സൗന്ദര്യം ഒഴുങ്ങി കഴിച്ചാ മതിയല്ലോ. എടി, മനസ്സ് നന്നായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. നിനക്കില്ലാത്ത ആ ക്വാളിറ്റി എല്ലാം എന്തായാലും ശ്യാമയ്ക്കുണ്ട്. ഓ, ഞാനിപ്പോ മോശക്കാരിയല്ലേ? ആ, ഞാൻ മാത്രം മിസ് കേരളയാണ്, എന്നെ ജയിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ശ്യാമയ്ക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കഴിവാ. അതാരൊക്കെ എതിർത്താലും ഒരു കാലത്ത് ശ്യാമ ലോകം അറിയപ്പെടുന്ന പാട്ടുകാരിയാവുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അരുണ് സ്വന്തം ഭാര്യ വിലയില്ല അല്ലേ? കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. സന്ദർഭമുണ്ടാക്കി എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുക അരുൺ. അല്ലെങ്കിൽ തന്നെ അരുണിപ്പോ ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. ഫംഗ്ഷന് തന്നെ പലപ്പോഴും അരുണിനെ കണ്ടില്ല. എവിടെയായിരുന്നു? ഒന്നുകിൽ ഫോണില്, അല്ലെങ്കിൽ എന്തോ ചിന്തയില്. ഈ മാറ്റം ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. വിവാഹം കഴിച്ചു എന്ന് കരുതി ഞാനിവിടെ ആരുടെ അടിമയൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഭാര്യയല്ല, ഞാനാ. പതിവില്ലാത്തത് കണ്ടാ ഞാൻ ഇടപെടും. ഭാര്യ എന്ന അധികാരത്തിൽ തന്നെ. എന്നാലേ ഇനി ആ അധികാരവുമായിട്ട് നീ എന്റെ അടുത്ത് വന്നാ നീ വിവരം അറിയും. എന്നാ പിന്നെ വൈകിക്കണ്ട. എന്താ ചെയ്യാനുള്ളത്? ചെയ്യ്, കാണട്ടെ.
കാണട്ടെ. ഐശ്വര്യ വെറുതെ ഇരിക്കാൻ ഞാൻ പറയുന്നത്. കൊല്ലണ്ടേ ഐശ്വര്യ, കൊല്ലാൻ നീ- നിനക്ക് കൊല്ലാൻ കൊല്ലണ്ടേ. ഐശ്വര്യ, വിടാൻ വിടു വിടു. മാറിക്കാൻ അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവർ ഈ പറഞ്ഞ ദാമോദര കൈമളുടെ കാര്യമല്ലേ ഭവാനിയമ്മയും പറഞ്ഞത്? അപ്പോ അയാളുടെ ഏരിയയിൽ എവിടെയോ ആണ് ഇവരുടെ താമസം. ആ വീട്ടിൽ ചെന്ന് കൂടുതൽ അന്വേഷിക്കാം. സത്യമാണോ വേലയ്യ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 100% സത്യമാണ് ഭവാനിയമ്മേ. കോട്ടയ്ക്കൽ ഭഗവതിയാണ് സത്യം. രാധയെ ഞാൻ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. ഞാൻ ആദ്യം കരുതിയത് സുഭദ്ര കുഞ്ഞ് പുതിയ വേഷം ധരിച്ചു വരുന്നെന്നാ. പിന്നീട് ആലോചിച്ചപ്പോഴാ മനസ്സിലായത് അത് രാധ കുഞ്ഞായിരിക്കുമെന്ന്. ഇതെന്തൊരു അതിശയായിരിക്കുന്നു വേലയ്യ. മേഘ നിന്നെ ഈ വീട്ടിൽ നിറക്കി വിടാനും ഞാൻ നിന്നെ കൈമളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും കൃത്യമായി രാധ അവിടെ വരാനും എനിക്കെന്തോ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ. അതെ, വലിയ അതിശയം തന്നെയായിരുന്നു ഭവാനിയമ്മേ. സത്യം പറഞ്ഞ ആദ്യം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. എത്രയോ കാലമായി മേഘൻ സാറ് ഇവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നതാ. ലോകം മുഴുവൻ ഉഴുതു മറിക്കുകയല്ലേ. എന്നിട്ടും ആ രാധ നമ്മുടെ മൂക്കിന് കീഴിക്കൂടെയാ നടക്കുന്നത്. സത്യം പറഞ്ഞ ഞാനിത് വന്ന് പറഞ്ഞ കൊച്ചമ്മ വിശ്വസിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമാണെന്നാ. അതാ മേഘന്റെ വലയിൽ കുടുങ്ങേണ്ട സ്രാവ് നമ്മുടെ ചൂണ്ടയിൽ വന്ന് കുടുങ്ങിയത്. എന്തായാലും നമുക്കിത് എത്രയും പെട്ടെന്ന് മേഘൻ സാറിനെ അറിയിക്കണം. അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഞാനും ഭവാനിയമ്മയും ഒരുമിച്ച് ചേർന്ന് രാധയെ സാറിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഇക്കാര്യം നമ്മൾ പറഞ്ഞ സാറിന് നമ്മളോടുള്ള മതിപ്പ് കൂടുമല്ലോ എന്ന് കരുതി. ഏതോ കള്ളത്തരം മേഘൻ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണല്ലോ രണ്ടിന്റെയും പ്ലാൻ. ഓ, എന്താണ് നോക്കാം. ഭവാനിയമ്മ തന്നെ സാറിനോട് കാര്യം പറഞ്ഞാട്ടെ. നിക്ക് വേലയ്യ, ഇങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും വിഡ്ഢികളുടെ ലക്ഷണം. മേഘൻ തലയും കുത്തി നിന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത രാധ നിന്റെ മുമ്പിൽ വന്ന് ചാടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാധ ഇവന്റെ മുമ്പിൽ ചെന്ന് ചാടിയെന്നോ? അത് വെറുതെ. രാധയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. അതാണ് ഈശ്വര നിശ്ചയം. നമ്മളിപ്പോ എന്ത് തീരുമാനം എടുക്കാനാ ഭവാനിയമ്മേ? മേഘൻ സാറല്ലേ രാധയെ വേണമെന്ന് സദാസമയവും ജപിച്ച് ഭ്രാന്തിളകി നടക്കുന്നത്. അതെ, അവന് ഭ്രാന്ത് തന്നെയാ. പക്ഷേ അത് കുറയ്ക്കാനുള്ള മരുന്ന് രാധയെ കണ്ടുപിടിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുക്കാന്നുള്ളതല്ല. അങ്ങനെ ചെയ്താ ഇനി ഒരിക്കലും മേഘനെ പഴയ മേഘനായി നമുക്ക് തിരിച്ചു കിട്ടില്ല. അവൻ രാധയുടെ കാൽക്കീഴിൽ ചുരുണ്ടു കിടക്കുന്ന വാലാട്ടിയായിട്ട് മാറും. അവള് പറഞ്ഞാൽ എന്തുമനുസരിക്കുന്ന പെറ്റമ്മയായ എന്നെ പോലും തള്ളിക്കളയാനോ ഇല്ലാതാക്കാനോ മടിക്കാത്തവൻ. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ഭവാനിയമ്മ പറയുന്നത്? തൽക്കാലം മേഘൻ നമ്മുടെ നാവിന്ന് രാധയെക്കുറിച്ചൊന്നും അറിയണ്ട. എന്നാൽ നമ്മൾ രാധയെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. പക്ഷെ നമുക്കെന്തിനാ രാധയെ കൊല്ലാൻ? ആരുമറിയാതെ ഒരു നരബലി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു രാജാവിന്റെ കഥ തന്നെ പറയാം. ആ രാജാവ് വാണ ദേശത്ത് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യാനോ വേട്ടയ്ക്കു പോകാനോ
ജനങ്ങളെ കൊള്ളയടിച്ച് ഖജനാവില് നികുതിപ്പണം നിറയ്ക്കാനോ ഈ രാജാവിന് അശേഷം താല്പര്യമില്ലായിരുന്നു. സാഹോദര്യമായിരുന്നു രാജാവിന്റെ മതം. പ്രജകളുടെ ഐശ്വര്യവും സമാധാനവുമായിരുന്നു ഏക ലക്ഷ്യവും. പക്ഷേ എന്താ അമ്മേ, ആ നല്ലവനായ രാജാവിന് പിന്നെന്ത് പറ്റി? രാജകുമാരിക്ക് വരനെ തിരഞ്ഞെടുത്തപ്പോ മാത്രം ആ രാജാവിന് തെറ്റുപറ്റിപ്പോയി. രാജവെമ്പാലേക്കാൾ വിഷമുള്ള ഒരു ഘോര സർപ്പമായിരുന്നു രാജകുമാരനായി വേഷം കെട്ടിവന്ന് രാജകുമാരിയെ വരിച്ചത്. അവന്റെ ചതിയിൽ ആദ്യം രാജാവ് കൊല്ലപ്പെട്ടു. പിന്നാലെ ആ രാജകുമാരിയും. അയ്യോ, ഈ കഥ കൊള്ളില്ലല്ലോ. അതെന്താ? നല്ല കഥയാണെങ്കിൽ രാജാവ് ജയിക്കണം. ആ ചീത്ത രാജകുമാരനെ കൊല്ലണമായിരുന്നു രാജാവ്. ജീവിതം അങ്ങനെയൊക്കെ ആച്ചു. നല്ല മനുഷ്യര് എപ്പോഴും ജയിക്കണമെന്നില്ല. ഇത് കൂടെ കഴിക്കേ. വേണ്ട, കഴിക്കില്ല. പൊട്ട കഥയും പറഞ്ഞ എന്നെ പറ്റിച്ചില്ലേ? അച്ചു, അച്ചുടാ, ദേ അച്ചു, നിക്കടാ അവിടെ. കള്ളന്മാരൊക്കെ വെള്ളം കൊടുത്തോണ്ടിറങ്ങിയിരിക്കുകയാണല്ലോ. കലികാലം തന്നെ. ഇവന്റെ തലക്കിട്ടൊന്നും കൊടുക്കണമെങ്കിൽ ഏണി ചാരി വെച്ച് കയറണമല്ലോ ഭഗവാനെ. ഷോ, വീട്ടിന്റെ ഫ്രണ്ടെന്ന് ഒളിച്ചു നോക്കുന്ന ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കനാ? എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? ഞാനൊരു കുഴപ്പത്തിന് വന്നതല്ല. ഒരു കള്ളനല്ലടാ. പതിക്ക് നിന്ന് ആരും ഇല്ലെന്ന് കാണുമ്പോ ഓട്ടിക്കതല്ലടാ നിന്റെ പണി. എന്നെ വിടാൻ വിടാനല്ലേ പറഞ്ഞു. എന്നെ വിട്. ആരാത്? ആരാത്? അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അമ്മ ഇത്? സുഖമില്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്നത്? എനിക്ക് സുഖമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊരു സർഗക്രിയയാണ്. ഈ വരദാനം എന്റെ ദേവി എനിക്ക് നൽകിയതാ. വീഴുന്നത് വരെ ഞാനത് ചെയ്യും. അല്ലമ്മേ, മ്യൂറൽ പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? ദേ, മേലിൽ അനാവശ്യമായ കാര്യങ്ങൾ കയറി ഇടപെട്ടേക്കരുത്. അല്ലമ്മേ, സഹായത്തിന് നന്ദിനി പോലും ഇവിടെ ഇല്ല. ആരുടെ സഹായം എനിക്ക് വേണ്ട. എനിക്ക് ചെയ്യാനറിയാം. ഞാൻ വരയ്ക്കും, ഈ പ്രായത്തിലും. അതെന്റെ ആത്മവിശ്വാസമാ. അമ്മേ, എന്റെ ദേവി, ഈ കലാവിരുത്
എന്റെ കൈവിട്ടു പോവാണോ? അതോ അതോ മനസ്സ് നേരെ നിൽക്കാഞ്ഞിട്ടാണോ? എന്താ അമ്മേ, നല്ല ക്ഷീണമുണ്ടല്ലോ. ക്ഷീണമല്ല, മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഈ അവസ്ഥയിൽ ഈ ഓർഡർ എടുക്കണ്ടെന്ന്. നിനക്കത് പറയാം, പക്ഷെ ഇത് സർഗസിദ്ധിയാ. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അവിടെ കൊണ്ട് തീർന്നു. സരസ്വതി ദേവി എന്നെ കൈവിടില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മേ, അമ്മേ ഒരു കാര്യം ചെയ്. അമ്മ പറഞ്ഞതാ, ഞാൻ പെയിന്റ് ചെയ്യാം. നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ബ്രഷ് എങ്ങനെ പിടിക്കണം എന്നറിയാൻ പാടില്ലാത്തവളാ പെയിന്റിങ്ങിന് വരുന്നത്. ദേ, നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാനിതൊക്കെ ചെയ്തോളാം. മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് മരുമക്കൾക്ക് പകർന്നു കൊടുത്താലേ ദേ ഇങ്ങനെ ഇരിക്കും. ചവിട്ടി വീഴ്ത്തിട്ട് പോയില്ലേ മരുമകള്. ഇതൊക്കെ നേരത്തെ തന്നെ ഓർക്കണായിരുന്നു. ഇപ്പൊ അനുഭവിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ കയറി എടാ പോടാന്നൊക്കെ വിളിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ ലോക്കപ്പിലിടും. ഓർമ്മിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഗൾഫ് നാടുകളില് നിങ്ങളുടെ മേച്ചിൽ പുറവെന്നും അവിടെ എന്തോ ബിസിനസ് ആണെന്നും അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീരൂപമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കെട്ടുകണക്കിന് പണം ഉണ്ടെന്ന് കരുതി കേരളത്തിൽ വന്ന് എന്തു അങ്ങ് നടത്തിക്കളയാന്ന് നിങ്ങൾ കരുതരുത്. ദേ, ഇയാളെ പോലെ കാശ് കിട്ടിയ ആരുടെയും കാല് നക്കുന്നവരല്ല ഇവിടുത്തെ പോലീസ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് കയറി അഴിഞ്ഞാടിയാൽ അടിച്ച അണപ്പല് ഞാൻ തെറിപ്പിക്കും. അത് മനസ്സിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി ഇത് ആവർത്തിച്ചാൽ കേരള പോലീസ് എന്താണെന്ന് നിങ്ങൾ അറിയും. കാർത്തിക്, ഇവർക്ക് തെറ്റായ ചില ധാരണകളുണ്ട്. അതൊന്നും തിരുത്തി കൊടുത്തതാ. നീയൊന്നും എന്നെ തിരുത്താൻ വളർന്നിട്ടില്ല. നിന്നേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ തോളിൽ തുന്നിപ്പിടിപ്പിച്ച ഏമാമാരും അവരെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എനിക്ക് സഹായത്തിനുണ്ട്. നിങ്ങൾക്കൊത്തിരി പിടിപാടുകളുണ്ടെന്നും നിങ്ങളെ കണ്ടാൽ ഈറാൻ മൂളി നിൽക്കുന്ന ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വെച്ച് എന്റെ കോർട്ടിലോട്ട് ഗെയിമിന് വന്നേക്കരുത്. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പറന്നിറങ്ങിയിരിക്കുന്നത് എനിക്ക് നടപ്പാക്കാനുള്ള ചില ലക്ഷ്യങ്ങളോടെയാ. അത് നടപ്പാക്കിയിട്ടേ ഈ ഇന്ദ്രജ തിരികെ പോകൂ. നിന്നെ ഈ നിമിഷം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ ഫോൺ കോൾ മതി. ഹോം മിനിസ്റ്ററും DGP ഒക്കെ നിങ്ങൾ ഒറ്റയാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ നിയമനമൊക്കെ എപ്പോ നടന്നു? മതി പരിഹസിച്ചത്. ദേ നോക്ക്, എന്റെ മാധുരിയെ കൊന്ന ഇവനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇത് ഇന്ദ്രജയുടെ തീരുമാനോ. അതിന് മാറ്റം വരണമെങ്കിൽ
എന്റെ തല ഇല്ലാതാവണം. മോനെ, ആ സ്ത്രീയോട് മത്സരിക്കാനൊന്നും പോണ്ട. അങ്കിൾ എനിക്കൊരു പരാതി എഴുതി തന്നാ മതി. ആ സ്ത്രീയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട, ഇന്ദ്രജോട് എനിക്കൊരു പരാതിയില്ല. ഇത് 18 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തോളിൽ കയറി വന്ന മരക്കുരിശ. അത് ഞാൻ ചുമന്നേ പറ്റൂ. അതുപോലെ മോനോട് അങ്കിളിനോട് ചെറിയ അപേക്ഷയുണ്ട്. എന്താ അങ്കിൾ? ഇന്ദ്രജയുടെ ആത്യന്തിക ലക്ഷ്യം എന്നെ ഇല്ലാതാക്കുക മാത്രമല്ല, പിന്നെ മീനാക്ഷി. മീനാക്ഷി ഒരു കാരണവശാലും ഇവളുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള ഇടവരരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.